ഓക്കെ, അപ്പോൾ സെമി ഡേ 2 സ്റ്റാർട്ടായിട്ടുണ്ട്. പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുപോയി പ്ലെയിനിലോട്ട്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. ഇത്രയുള്ളൂ, ഡിലേ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമാക്കരുത്. ഇന്നുള്ള ടീം ആരൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി. ഇത് 67 എല്ലാവരും KD 2 പേരുള്ളൂ, MBX ഒരാൾ, ഓഹോ ഇടയ്ക്ക് വെച്ച് കയറിയിരിക്കും. NTX 2 പേരുള്ളൂ, സ്വയം 2, ബാക്കി ഇറക്കറ എല്ലാവരും ഉണ്ട്. 22 ടീമുണ്ട് ഇന്നത്തെ മാച്ചിൽ, 75 ആൾക്കാർ. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് തോന്നുന്നു ഫസ്റ്റ് മാച്ച്, അല്ല രണ്ടാമത്തെ മാച്ച്. 67 CM DD ESB GenX IGX KD KLPD LAK MB MBX MDX NT ഇന്നലെ കളിച്ച ടീമല്ലേ. NTX ONI RCB S7 SOM TGY ടോക്കിയോ UK WS, ഈ 3 ടീമാണുള്ളത്. സ്റ്റാഫ് സിറ്റിയിലോട്ട് ഒരു ലോഡ് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, 2-3 ടീം. അത് പോയി. സ്റ്റാഫ് സിറ്റിയിൽ S7 GenX ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു അടി കാണാൻ പറ്റുമോ? വേറെ എല്ലാവരും എയറിലാണ്, ലാൻഡ് ആയിട്ടില്ല. ഇപ്പം ലാൻഡ് ആയിട്ടുള്ള 2 ടീം എന്ന് പറയുമ്പോൾ ജെനെക്സും S7 ആണ്. രണ്ടാൾക്കാർ അടുത്തടുത്തുണ്ട്, ഒരടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. S7 4 പേരുണ്ട്, ഒരാൾ എവിടെയോ റീകോളിനുണ്ട്. പക്ഷേ ജെനെക്സ് നോക്കുകയാണെങ്കിൽ 4 പേരും ഇവിടെ തന്നെ ഉണ്ട്. എങ്ങാനും ഡൗൺ ആവുകയാണെങ്കിൽ 4 പേരും ഡൗൺ ആയിക്കഴിഞ്ഞാൽ വൈപ്പാവും. പക്ഷെ അത്യാവശ്യം അടിക്കുന്ന ടീമാണ്. എനിക്ക് വേണ്ടി AVK ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതാണ്. ഓവർ ഇവർക്ക് അറിയില്ല ഇവിടെ ആളിറങ്ങിയത്, അറിയോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ലൂട്ടിംഗ് ആണ്. ഓക്കെ, S7 നൈസായിട്ട് കറങ്ങി. പക്ഷേ ഇവർക്ക് വരെ പോക്ക് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ജെനെക്സ് കണ്ടിക്കാണ്. ജെനെക്സ് അങ്ങോട്ട് ഗണ്ണൊക്കെ സെറ്റായി പോയി നോക്കി, ബട്ട് ആരും കാണുന്നില്ല. അവരാ സമയം കൊണ്ട് അങ്ങോട്ട് കറങ്ങി. S7 ഒരാൾ താഴെ, പക്ഷെ പുള്ളിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളി വേറൊരു ടീമിന് മുമ്പിൽ കൂടെ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരാൾ ഡൗൺ ആയിട്ടുണ്ട് ഇവിടെ. WS ഒരാൾ ഫിനിഷ് ആയിട്ടുണ്ട് അവിടെ. WS 4 പേരുണ്ട്, ഇനി 3 പേരും കൂടെ ഉണ്ട്. ഇവൻ്റെ അടുത്ത് കൂടെ അവൻ പോയി അങ്ങോട്ട്. S7 ഇവരെ തെരഞ്ഞെടുക്കുമെന്ന് അല്ല, S7 ജെനെക്സ് തെരഞ്ഞെടുക്കുക. അത് കൊണ്ട് കേട്ടോ, അത് പൊട്ടിത്തെറിച്ചാൽ പുള്ളിയുടെ ആർമർ പോയി. ഓക്കെ, ജെനെക്സ് പുഷ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. S7 കോർണർ ചാൻസ്. ഓക്കെ, 2 പേര് വന്നു, പുള്ളിപ്പെട്ട്. ഓക്കെ, ഒരാൾ ഡൗൺ ആയി S7-ലത്തെ. വാവ്, ഷെവൻചെങ്കോ വാവ്. ഇവിടെ ഒരു 1v1ഉം അവിടെ ഒരു ഡൗണായി. പുള്ളിൻ്റെ കൂടെ ആർമർ എടുത്തിട്ട്. ഓക്കെ, S7 ഇവിടെ ഇറങ്ങി 3 പേരും ഡൗൺ ആയിട്ടുണ്ട്. ഫിനിഷ് ആക്കിയിട്ടില്ല. ജെനെക്സ് ആരും ഡൗൺ ആയിട്ടില്ല. ഇത് എല്ലാവരും റെഡായിട്ട് അവിടെ ഏതൊക്കെ ടീമാണെന്ന് മനസ്സിലാവുന്നില്ല. KD ഉണ്ട് ഇവിടെ. KD ആക്ച്വലി കൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. MDX ഉണ്ട് ഇവിടെ. അടുത്ത ടീം അങ്ങോട്ട് പുഷ് ചെയ്തു ജെനെക്സിൻ്റെ അടുത്തോട്ട്. ഇവിടെ ഒരാളെ ഒറ്റക്ക് കയറി കൊടുക്കുന്നല്ലോ.
ഇവിടെ ESB വന്ന് കയറിയിട്ടുണ്ട്. ESB ആക്ച്വലി 3 പേരെ കാണുന്നുണ്ടോ? ബട്ട് 4 പേരുണ്ട്. ആരും റീകോളിനെ ആളെ നിർത്തിയിട്ട് പുഷ് ചെയ്ത് കളിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, റൈസത്ത് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. കണ്ട്, പക്ഷെ റൈത്തിനെ കണ്ടില്ല. നൈസായിട്ട് അപ്പുറത്തേക്ക് തന്നെ ചാടി. മാർക്കോ ഡൗൺ. രണ്ടുപേരും ഒരുമിച്ചടിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഫിനിഷും കൂടി ആവുന്നത്. അയ്യോ, എന്തിനുണ്ടായോടെ ഈടാ ഒന്നുമില്ല. എൻ്റെ അവിടെ അടിച്ചപ്പോൾ താളിച്ചാവും. ആ ഓക്കെ, ESB അക്കോഡയും ഡൗൺ ആയിട്ടുണ്ട്. ജെനെക്സ് കോർണറിന് അടിച്ചു അവിടെ ESB ഒരാൾ. പക്ഷെ ഇവിടെ ഉള്ള ലാസ്റ്റ് മാനാണ്. ബട്ട് ഒരാളെ റീകോൾ ചെയ്യാൻ എവിടെയോ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സീനില്ല. S7 മറ്റേ പുള്ളിനെ ഒരു ഫിനിഷ് ആക്കി വിട്ടില്ലല്ലേ. GSB ഇവിടെ 3 പേര് ഡൗൺ ആയിട്ടുണ്ട്. TGA മാച്ച് ഇതിലില്ല. ഇതിൽ കാണുന്നില്ല TGA. എന്തായാലും അടുത്ത മാച്ചിലാവും. 10 മിനിറ്റ് മാച്ചിലാവും TGA. ഓക്കെ, IGX CM അവിടെ ഇടിച്ച് കൊണ്ടുപോകുന്നതന്നെ. ഓക്കെ, ബ്ലഫ് നെക്സസ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ KD മാലിക്കിന് MTX അവിടെ കോറിയിലുണ്ടായിരുന്ന ടീം. ഓക്കെ, ബ്ലഫ് നെക്സസ് IGX ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. IGX എത്ര പേരുണ്ട്? IGX 3 പേരുള്ളൂ. അത് ഫിനിഷ് ആക്കിയതല്ലേ. അത് 2 ഫിനിഷ് ആക്കിയതാ കിൽപീഡ്. അതും ഫിനിഷ് ആക്കിയത് 2. ഓ, ഒന്നീട് അത് വേറെ എവിടെ വേണമല്ലോ. ESB വൈപ്പായി. ഓക്കെ, ESB ലാസ്റ്റ് വേണ്ടായിരുന്നത് ഇവിടെ അടിച്ചിട്ട് പുള്ളി ഇതുവഴി അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയല്ലേ. പുള്ളി അതുവഴി ഇങ്ങനെ വന്ന് ഒന്നിയുടെ മുമ്പിൽ ചെന്ന് വിട്ട്. ഓക്കെ, ഒന്നി അങ്ങനെ ഓൾ ഡൗൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടീം ഇതിൽ എലിമിനേറ്റ് ആയിട്ടുണ്ട് Day 1 മാച്ചിൽ. പക്ഷേ Day 2 ഫസ്റ്റ് മാച്ചിൽ. ഇനിയിപ്പോൾ ആരും അടുത്തടുത്തുള്ളത് KD ഉണ്ട് അവിടെ. ആക്ച്വലി സോണ് ഫസ്റ്റ് സോൺ സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പം സ്റ്റാർട്ടാവും. അവനെങ്ങനെ ഇതിൻ്റെ അകത്ത് ഓടിച്ചിരിക്കുവാണാ. ചത്തിട്ടില്ലല്ലേ അവൻ. KDയിൽ ഒരാൾ വളരെ സാഹസികമായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. മിക്ക ഇവരോട് പോലും ഇത്രയധികം ഇതായിട്ട് ഒളിച്ചിരിക്കില്ല. ഓക്കെ, DD LAK ശാരദ ഡൗൺ ആവാൻ ചാൻസ് കാണുന്നുണ്ട്. 2 പേരുണ്ട്. ഓക്കെ, ശാരദ ഒരു പിക്ക് എടുത്ത് അതിനൊരു 1v1. ബട്ട് പുള്ളി റീപ്പർ സ്കിൻ എന്തോ അടിച്ച് ആർമർ എടുത്തിട്ട് അയ്യോ 1 ചിപ്പി. ബട്ട് പക്ഷേ ആർമർ ഫുള്ളുണ്ട്. ഓക്കെ, ഡൗൺ ആയി LAK. ഓ, ബാക്കിയുള്ളവർ വന്നു. 2 പേരോട് പുഷ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് DD സ്ലോഗൻ കണ്ടിട്ടില്ല അവിടെ ഹരിതനെ. ആസിഡോ അവിടുന്ന് ഇങ്ങോട്ട് ഓടി. ഓക്കെ, സ്ലോഗൻ ഡൗൺ ആയി അവിടെ DDയിൽ. ആസിഡോയും ഡൗൺ ആയി. ഒരാളെ കൊന്നതിന് 2 പേരെ തിരിച്ചെടുത്തിട്ടുണ്ട് അവർ. 2 3 പേരെ. നെക്സ്റ്റ് അടി സ്ഥലം ഇവിടെ അടിക്കും. ഓ, ജെനെക്സ് അടുത്ത ടീമിൻ്റെ അടുത്തോട്ട്. ടീം NT ഉണ്ട്. NT ഉണ്ട്. ഇതുവരെ അടി തുടങ്ങിയിട്ടില്ല. സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ്. ഒന്നുവാ. ഓക്കെ, ജെനെക്സ് KLPDനെ പുഷ് ചെയ്തു. അടി തുടങ്ങി. KLPD അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റ് ചെയ്യുന്ന.
എൽ പിയുടെ 4 പേരുണ്ട് ഇവിടെ. ജെൻഎക്സും 4 പേരുണ്ടെന്ന് തോന്നുന്നു. റിന്നിനെ ഇടിച്ച് കൊണ്ടുപോകണം. ഓക്കെ, കെ എൽ പിയുടെ അവിടെ 2 പേര് ഇറങ്ങി. ജെൻഎക്സ് റൈസത്ത് ഡൗൺ. വണ്ടി ഇടിച്ച് വന്നതെന്ന് തോന്നുന്നു. ബാക്കി 2 ആൾക്കാർ കറങ്ങി ബാക്കി കൂടെ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു. ഏടാ അടുത്ത ആളെ വണ്ടി ഇടിച്ചു വന്ന്. ജെൻഎക്സ് നൈസായിട്ട് ഒരാളെ മാറ്റി നിർത്തി. ജെൻഎക്സിൻ്റെ ഒരാളെ എവിടെ ആക്ച്വലി ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, യു കെ വേഴ്സസ് MDX അടിയായി. യു കെയിൽ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. എനിക്കും വന്ന് അങ്ങോട്ട്. ഓക്കെ, എനിക്കും ചോദിച്ച ആൾക്കിതാ എനിക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. എങ്ങോട്ട് അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വന്നില്ല. എവിടെ കടിയത്? ശുക്ലനെ ഇടിച്ച് കൊന്നാ? ഞാൻ ശുക്ലനോട് വണ്ടി ഇടിച്ച് കൊന്ന്. യു കെയിൽ കൊണ്ടുപോയി. ഓക്കെ, എനിക്ക് അവിടെ ഇറങ്ങി അടി തുടങ്ങി. എനിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. MDX ചുട്ടു. വലിയ അറിഞ്ഞിട്ടില്ലെന്നാണ് ഇവിടെ ആളിറങ്ങിപ്പോയതൊന്നും. ഓക്കെ, MDX ഈസ് ലീവിങ്. എന്തിനാ വെറുതെ ഇംഗ്ലീഷൊക്കെ അല്ലേ? വേണ്ടാത്താണ് എനിക്ക് എന്തിനാ. അവരതാ പോണേ. ഓക്കെ, എനിക്ക് പിന്നാലെ പോകുന്നുണ്ട്. അവരെന്നെ ഇടിച്ചു കയറ്റി. MDX ആക്ച്വലി ഒരാൾ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? 2 ആൾക്കാരുണ്ട് വണ്ടിക്കകത്ത്. ജെൻഎക്സ് എലിമിനേറ്റ് ആയോ? ഓ, ജെൻഎക്സ് ഇത് ഒരാൾ എവിടെ പോയിട്ടപ്പോൾ ഡൗണായത്? കൊണ്ട് പുള്ളി AFK കത്തിപ്പോയതാ കണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് എലിമിനേറ്റ് ആവാൻ ടൈം എടുത്തത്. ഇപ്പം അടി നടന്നു എവിടെയെങ്കിലും ജെൻഎക്സ് ഇത്താരിലും. പുള്ളി കത്തി നിൽക്കുമായിരുന്നു. കത്തിയേക്ക് ടീം എലിമിനേറ്റ് ആയി തോന്നുന്നു. അങ്ങനെ എന്തോ സംഭവിച്ച്. ജെൻഎക്സ് ആക്ച്വലി അല്ല ഇറങ്ങിപ്പോയി എന്നാണ് എല്ലാവരും. കില്ല് കാണിക്കുന്നില്ല. MDX എന്തായാലും ലീവ് ചെയ്ത് പോയി. ഓക്കെ, അടുത്ത ടീം അവിടെ ഇടി തുടങ്ങിയെന്നാണ്. RCB വേഴ്സസ് ടോക്കിയോ. MBCM അടിയായി. CMൻ്റെ ഒരാൾ ഡൗൺ. CMൻ്റെ അടുത്ത ആളിപ്പോൾ ഡൗൺ ആവും. CM 2 പേര് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, പുള്ളി ലീവ് ചെയ്യുന്ന. ഓക്കെ, CM എലിമിനേറ്റ് ആയിട്ടുണ്ട് അവിടെ. നൈസായിട്ട് ലാസ്റ്റ് മാൻ ആയപ്പോൾ ലീവ് ചെയ്യാൻ നോക്കിയതാ. ബട്ട് ടൈം ചതിച്ച്. ഓക്കെ, ബാക്ക് ടു ടോക്കിയോ വേഴ്സസ് RCB. WNT. ബോംബ്. ഓക്കെ, RCB വേഴ്സസ് ടോക്കിയോ. 1 HP ഡൗൺ. ഒരു ഡൗൺ കഴിഞ്ഞാൽ ഡൗൺ. ആർമർ അടിച്ച്. നൈസായിട്ട് റോൾ ചെയ്ത അവിടെ കറക്റ്റ് ടൈമിൽ. ടോക്കിയോ വൈസഡ് ഡൗൺ. മിക്സിങ്. RCB ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. ചെറുക്കി മിക്സിങ് ഒരു പിക്ക് എടുത്ത്. എവിക്കുണ്ടോടെ? എവിക്ക് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ.
ഓക്കെ ടോക്കിയോ 3 പേര് ഡൗൺ ആയി ഇവിടെ. RCB ഒരാളും. ടോക്കിയോ 3 രണ്ടാൾക്കാരാ. S7 ഉണ്ടോ? S7 ഈ റൗണ്ടിൽ ഉണ്ട് ആക്ച്വലി 4 പേരുണ്ട്. ഇതുവരെ ഫൈറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് അടി ചെയ്ത S7 അല്ലേ? ഫസ്റ്റ് 3 ആൾക്കാർ ഡൗൺ ആയത് S7 ജെൻഎക്സ് അടിച്ചിട്ടത്. ബട്ട് റീകോൾ ആയിട്ട് വന്നെന്ന് തോന്നുന്നു. ടോക്കിയോ റീകോൾ ചെയ്യാനുള്ള ആളത് നിൽക്കുന്ന അവിടെ. S7 എല്ലാവരും തിരിച്ചു വന്ന്. ഐ തിങ്ക് അവര് പവർ പ്ലാന്റ് പുഷ് ചെയ്യാൻ പോകുന്നു. പുഷ് ചെയ്യാൻ പോകണോ അറിയാണ്ട് പോകണോ എന്ന് പറഞ്ഞൂടാ. പോണ പോക്കണ്ടിട്ട് എല്ലാവരും കൂടി പോകുന്നുണ്ട്. PGY S7 ടോം ഗിമി ഇവർ അവിടെ വരും. ഞാനേ ലൈവിന് ഡിലേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചാറ്റ് വായിച്ചാലും കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ കേൾക്കുള്ളൂ. ലൈവിൽ അത് ഫിനിഷ് ആക്കിയതാ. അത് അടിയായതാ. ഓക്കെ RCB വേഴ്സസ് അടുത്ത ടീം ഒനി. ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. ഒനി ടക്ഷു. എനിക്ക് അവിടെ അടിയായിട്ടുണ്ട്. DD നെറ്റ് ബട്ട് ഒറ്റ ആളുണ്ടായിരുന്നുള്ളൂ, അത് തീർന്നു. അയ്യോ ഹാൽക്കൺ രക്ഷപ്പെട്ടു. ഇല്ല. ഓക്കെ MB വേഴ്സസ് LAK ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. MBയിൽ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. 2v2. ബട്ട് LAK ശാരദ നൈസായിട്ട് മുങ്ങി. റെക്കോർഡിന് പരിപാടിക്കാൻ തോന്നി. വിമല ഡൗൺ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അവർ കണ്ടു. ഓക്കെ വിമല ഡൗൺ. പുള്ളി കറക്റ്റ് ടൈമിൽ വരിഞ്ഞതുകൊണ്ട് അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റും അവിടുന്ന്. NT ഉണ്ട്. NT സ്പ്രിങ്. NT ഹാസ് 3 kills now. എടാ എൽക്കൺ പെട്ട് ഇതേ കിടക്കുന്നു. ഓടിക്കോ. പണിയാണ്. അയ്യോ ഹെൽക്കൺ അവൻ്റെ ഒരാളെ പിക്ക് എടുക്കുന്നതാണ്. ഇല്ല ഇതെന്തോ ചെയ്ത്, ഇല്ലെങ്കിൽ ഒരു പിക്ക് പുള്ളി കിട്ടുമായിരുന്നു. പിക്കല്ല നോക്ക്. ഇവിടെ ഫുൾ ഫോം എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ റീകോളിങ് ആരോ. ഓക്കെ MB അവിടെ റീകോൾ ചെയ്ത്. അത് ഫിനിഷ് ആക്കിയതാ എനിക്ക്. അല്ലല്ലോ. ഓക്കെ NT വേഴ്സസ് MDX. അതാര്? ഇവരല്ലേ ഞാൻ ഇപ്പം സ്പെക്ക് ചെയ്തിരുന്നത്. NT ഇവിടെ MDXിലത്തെ 2 പേരെ ഡൗൺ ആക്കിയിട്ടുണ്ട്. RCB ഐ ഡോണ്ട് നോ ബ്രോ. ഐ ഡോണ്ട് നോ ദെയർ പെർഫോം. ഓക്കെ MB റോബ് ലൂസിനെ അവിടെ KLPD SKZ അടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ MDX ചുട്ടൂനെ ഫിനിഷ് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഫിനിഷ് ആക്കി.
എനിക്ക് അങ്ങനെ 6 കില്ലായിട്ടുണ്ട്. എം ബിക്ക് 6 കില്ല്. 6 ഏറ്റവും ടോപ്പ് കില്ല് ഇപ്പോൾ ഉള്ളത്. RCB 4 കില്ലുണ്ട്. MDX 4 കില്ലുണ്ട്. LAK 4, KLPD 4. ടോപ്പ് കിൽസ് NT ആൻഡ് MB ആണ്. MB ആക്ച്വലി 3 പേരെ കളിക്കുന്നുള്ളൂ. ബട്ട് കില്ലുണ്ട്. കറന്റ് ഇനി ബാക്കിയുള്ളത് 17 ഗ്യാങ്ങാണ്. 32 ആൾക്കാർ ഇതുവരെ ഡൗൺ ആയി. ബട്ട് റീകോൾ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഡൗൺ ആയി. ഇനി 47 അല്ലേ ഇവ. ഓക്കെ, അടുത്ത സോൺ മാറി. സിറ്റി ഏരിയയിലല്ല പ്രാവശ്യം സോണ്. മുകളിലോട്ട് വരും തോന്നുന്നു കണ്ടിട്ട്. ഒരു ഏരിയയിലൊക്കെ ആയിട്ടാവും സോൺ. അപ്പോൾ 5000 സംതിങ് റേഞ്ചിലായിരിക്കാനാണ് കണ്ടിട്ട് ചാൻസ് കാണുന്നത് സോണിൻ്റെ. ഓക്കെ, ഒനി വേഴ്സസ് SOM. ഒനി റാംബോ ഡൗൺ ആവുമെന്ന് തോന്നുന്നു. 1 HP. ഓക്കെ, ഒനി റാംബോനെ അവിടെ SOM CIS അടിച്ചിട്ടുണ്ട്. കേടി വന്ന ഇങ്ങോട്ട്. ഓ, MDX ആൾക്കാരുണ്ടല്ലേ. MBയും MDXും ഇവരിവിടെ. ഓക്കെ, KLPD NT അടിയായി. NT ബ്രെയിൻ ലാഗിന് അടിച്ചിട്ടുണ്ട്. റീകോൾ ചെയ്യാൻ വന്നാന്ന് തോന്നുന്നു. റീകോളിങ്ങിന് വന്ന ആളെ അടിച്ചിട്ട്. ഓ, ഗാമ പൽവാൻ ഒറ്റക്ക് ലാസ്റ്റ് മാനാണോ പുള്ളി? അയ്യോ, ഗാമ പൽവാൻ 1 HP. ഓക്കെ, NT ഒരാളും കൂടി ഡൗൺ ആയിട്ടുണ്ട്. ഒരാളവിടെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ലീവ് ചെയ്തിട്ട് റീകോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. കേടി ഇവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇനി 50 ലൈവ് ആവും. ആരോ തിരിച്ചു വന്ന്. കുറേ ആൾക്കാർ റീകോൾ ആയിട്ട് വന്ന്. WS ഇല്ല ഇതിൽ. ഇല്ല, WS ഉണ്ട്, WES ഇല്ല. അവിടെ വേറെ ഏതോ ടീം കൂടി വന്ന്. NT ഐ തിങ്ക് ഓൺലി 1 അല്ലേ. ഒരേ ഒരാൾ. ഒനി. MB കവറൊക്കെ എടുത്തിരിക്കുക. അടുത്ത സോൺ ഇപ്പോൾ വരും. കത്തിയാ? കത്തല്ലേ? ആ, ക്രാഷോ? ഫ്രണ്ട്ലി ഫയർ ഹോ ഗയാ. അവിടെ എന്തോ ചെയ്സാണല്ലോ. IGX. watching the 44 watching the stream. Everyone say hi in chat. ഇംഗ്ലീഷ് കൊള്ളൂല. KLPD ലീവ് ചെയ്ത്. ഇനി നൈസായിട്ട് NT സൈറോൺ വന്ന് റീകോൾ ചെയ്യുമായിരിക്കും. അതാരടിക്കും? ഓക്കെ, KLPD അടുത്തോട്ട് ഇവിടെ ആരോ വന്നത്? TGY.
ലാസ്റ്റ് മാനാണോ? വണ്ടി തീരുമാനമായി. എനിക്ക് വില്ലിനവിടെ MP സുരേഷ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ആ പുള്ളി മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, TG വൈത്ത് ഒരാളും കൂടെ ഡൗൺ ആയിട്ടുണ്ട്. സോണ് 5000 ഏരിയയിലോട്ടാ പോകുന്നത്. ഓക്കെ, LK വേഴ്സസ് S7. LK ഹരിത ഡൗൺ. LK ശാരദ, വിമല ലാസ്റ്റ് 2. LK വിമല നൈസായിട്ട് വലിഞ്ഞ് റെക്കോൾ ചെയ്യാൻ വേറെ ആരും ഇല്ല ഇനി. പിന്നാലെ പോകുന്നുണ്ട്. ഇല്ല, വേണ്ടെന്ന് വെച്ച്. ഓക്കെ, NT റീകോൾ ചെയ്യാൻ വരുന്നുണ്ട് 3 ആൾക്കാരെ. NT 3 ആൾക്കാർ ഡൗൺ ആണ്. ലാസ്റ്റ് വൻ NT പുള്ളി സോണി വീഴും. ഫയർ ഓൺ. ഓക്കെ, he successfully recalled his teammates. ഓക്കെ, MB വേഴ്സസ് MDX 4v3. MB 3 ആൾക്കാരേ ഉള്ളൂ. KLPയുടെ അവിടെ TG വൈത്ത് 2 പേരടിച്ച്. അതെവിടെ? തീർന്നു. ഓ, MDX അവിടെ നിന്ന് ലീവ് ചെയ്തോ? എനിക്ക് റീകോളായി വന്നില്ല ആരും. ഓക്കെ, എനിക്ക് റീകോളായി വന്ന് ബ്രെയിൻ ലാഗ് വന്നു. ടൈം എടുക്കും റീകോളായിട്ട് വരാൻ. ലാസ്റ്റ് സോൺ പ്ലെയിൻ സ്ഥലത്താവാൻ ചാൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല 5000 സംതിങ് ഇങ്ങോട്ട് തന്നെ വന്ന സോണ്. വലിയ മലയും കുന്നൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്രാവശ്യത്തെ സോണ്. അത്യാവശ്യം കവറൊക്കെ കാണുന്നുണ്ട്. RCB ഫസ്റ്റ് തന്നെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ റീകോൾ ചെയ്യാൻ പോയി TGY ഹോളി സോണോട്ട് പോയിട്ട് റീകോൾ ചെയ്യാൻ പോയിട്ടുണ്ട്. ഓ സോറി, മൈക്കപ്പുറത്തോട്ടായിരുന്നു. എല്ലാവരും സോണിലോട്ട് കയറുന്നുണ്ട്. എനിക്ക് 4 പേരും തിരിച്ചു വന്നു. ബട്ട്
പണിയാണ് അവർക്ക്. സോൺ ഔട്ടിലാണ്. അവർക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സോണിൽ കയറും. ബട്ട് ലൂട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എനിക്ക് ഗാമപ്പൽവാൻ ഉണ്ടോ ഇവിടെ? അയ്യോ, പുള്ളി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടാ സോണി കയറാണ്ട്. യാ ഡൗണായി. ഓക്കെ, സോണോട്ടിൽ ഡൗൺ ആയിട്ടുണ്ട് അവിടെ. MB വേഴ്സസ് KLPD. ഒനിയും SOയും അപ്പുറത്തടിയായി വേറെ. ഓക്കെ, MB വൈപ്പായിട്ടുണ്ട് അവിടെ. MBനെ KLPD വൈപ്പാക്കിയിട്ടുണ്ട്. സ്പെക്ക് MDX. ഓട്ടോമാറ്റിക് MDXിൻ്റെ അടുത്തോട്ട് തന്നെ എത്തിയല്ലോ. എനിക്ക് ബാക്കി 3 ആൾക്കാർ സോണിൽ കയറി. ഗാമപ്പൽവ മാത്രം കയറിയില്ല. പുള്ളിക്ക് സോണോട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. സോണോട്ടിൽ ഡൗണായി. ഓക്കെ, IGX വേഴ്സസ് RCB. ഇനി റീകോളിംഗ് ഒന്നും നടക്കില്ല ഈ സോണിൽ. റീകോൾ ഇല്ല സോണിൻ്റെ അകത്ത്. സോണിൻ്റെ അകത്ത് റീകോൾ ഇല്ല. ഓക്കെ, C67 വന്നിട്ട് അവിടെ IGXൽ ഒരാൾ അടിച്ചിട്ടുണ്ട്. കോക്കാച്ചി. IGX അടുത്ത ആളടിക്കുന്നു തോന്നുന്നു. 67 അത് 2 C67 അതെ. KLPDയും വന്ന് 4 ടീമാണ് ഇവിടെ. MDX ഡെവിൻ അവിടെ SOM അരുൺ അടിച്ചു. അരുൺ ഓക്കെ, രണ്ടുപേരും ഡൗൺ ആവാൻ ചാൻസ് കാണുന്നുണ്ട്. 67 ഒരാൾ ഡൗൺ, അടുത്താൾ ഡൗൺ. ഒരു വണ്ടി നൈസായിട്ട് വഴി മാറിപ്പോയി, അവിടെ തീർന്നു. ഓക്കെ, ഇവിടെ ഒനി വേഴ്സസ് ടോക്കിയോ മിക്സിങ് ഡൗൺ ആയിട്ടുണ്ട്. കുറേ ലെവൽ 3 ഷെയ്ഡ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. റിസ്ക് അല്ലേ? WS. അയ്യോ എൻ്റെ മോനെ, 6 പോകുമ്പോട്ട് MDX ഡെവിൻ. ഓക്കെ, ഒരു ബോംബിൽ അവിടെ ഫൈറ്റായി. WSലത്തെ 2 പേര് ഡൗൺ ആയി. ഓക്കെ, WS വൈപ്പായി. അതിലോട്ട് വന്ന് കയറി കൊടുത്താന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ 67 വേഴ്സസ് KLPD ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കൊണ്ടുപോയി പുള്ളിനെ.
യൂറി ബോയ്ക്ക. ഓ 67 ബാറ്റ്മാൻ ഡൗൺ. 67 എലിമിനേറ്റ് ആയിട്ടുണ്ട്. അവിടെ KLPയുടെ അടുത്തൊരു ടീമിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KLPയുടെ ഏറ്റവും കൂടുതൽ ഇല്ല, 16 കില്ല് വരെ. ഓക്കെ, സോൺ വീണ്ടും ചെറുതായി. എല്ലാ ടീമും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടിക്കയറുന്നുണ്ട് സോണിലോട്ട്. NTX vs RCB. ആക്ച്വലി NT എവിടെ? ഓ NT അവിടെ ഉണ്ട്. RCB യോട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. KLPയുടെ ഇങ്ങോട്ടും വന്നോ? ഓക്കെ, RCB ന്യൂ വൺ അവിടെ NTXത്തെ എൽറിക്കിന് അടിച്ചിട്ടുണ്ട്. ആര്യൻസ് ഡിക്ഷണറി ഡൗൺ ആണെന്ന് തോന്നുന്നു. 3 പേര് പുഷ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 4 പേര്. ഓ KLPD ആര്യൻസ് ഡിക്ഷണറി ഡൗൺ ഫിനിഷ് ആയിട്ടുണ്ട്. അയ്യോ, സെയിം സ്വന്തം ടീം അടിച്ചിട്ടാ. സെയിം ടീം ബ്രോക്കൺ. ഓക്കെ, KLPD ബാക്ക് പിന്മാറുന്നുണ്ട് നൈസായിട്ട് ഫൈറ്റിൽ. ഒരാൾ ഡൗൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ ലിറ്റ് വരുന്ന ഹെൽത്ത്. ഓക്കെ, അടുത്ത സോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മിക്ക ടീം ഇപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ലാസ്റ്റ് സോൺ. ഞാൻ പറഞ്ഞില്ല 5000 ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരും. തുടക്കത്തിലല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 സംതിങ് ആയിരുന്നു. ഓക്കെ, NTX കുഞ്ഞികൃഷ്ണൻ PPF കയറി സോണിൽ. ബട്ട് കയ്യിൽ നിൽക്കുന്നില്ല വണ്ടി. ഡൗൺ ആണെന്ന് തോന്നുന്നു. NTX അവിടെ വൈപ്പായിട്ടുണ്ട്. KLPയുടെ ഇങ്ങോട്ട് വന്ന നേരെ ഒനിയുടെ അടുത്തോട്ട്. NTX ലാസ്റ്റ് വന്നിരുന്നു. ഇവിടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറിയതായിരുന്നു. KLPDക്ക് ഇപ്പോൾ 16 കില്ല്, MDX 8 കില്ല്, RCB 7 കില്ല്. RCB ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഒരു പ്രാവശ്യം സോണ് വന്നായിരുന്നു, ലാസ്റ്റ് സോണ്. S7 ടോക്കിയോ ഇവിടെ അടി കൂടുന്നുണ്ട്. സോണിൻ്റെ എൻഡിലാരും വന്നിട്ട് ആരും അടി കൂടുന്നുണ്ടല്ലോ. NT ബ്രെയിൻ ലാഗ്. NT അവരുടെ അടുത്ത് നോക്കുക കേട്ടോ. NT അവിടെ MD എവിടൊക്കെയാണ് അടിയാവുന്നത് ലാസ്റ്റ്. സോണോട്ടിൽ കിടന്ന് അടി കൂടുന്നുണ്ടോ? ഓക്കെ, TGY ലാസ്റ്റ് വേനാണ് അവിടെ. KD മാലിക് ഒരു ഐഡിയ കിട്ടുന്നില്ല എവിടെ സ്പെക്ക് ചെയ്യുന്നുള്ളത്. KD ഓൺ ഫോട്ടിലാണ്. RCB 4 പേരുണ്ട്. KDയോടെ KLPD ബ്രയാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ TGY വൈപ്പായിട്ടുണ്ട്. ഓ NT ആക്ച്വലി അവിടെ റിഡ്ജിൽ പെട്ടിരിക്കുവാണ്. ബട്ട് അടിക്കുന്നുണ്ട്. MDX ഹീറോനെ അടിച്ചിട്ടുണ്ട് അവിടെ. NT സൈറോ. MDX വേഴ്സസ് NT. NT സൈറോ ഡൗൺ 2v2. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഐ തിങ്ക് NT. ഓക്കെ, NT ലാസ്റ്റ് വൻ
എനിക്ക് വില്ലി അവിടെ S7 പുഷ് ചെയ്ത് എനിക്കിന് അവർക്ക് 2 ടീമിന് സോണില്ല. ഓ എനിക്ക് ഒഴുക്കി പെട്ടു പോയി. പക്ഷെ ഡൗൺ ആയി. എനിക്ക് എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ആക്ച്വലി 7 ഇല്ലുണ്ടായിരുന്നുള്ളൂ. ഒനി വേഴ്സസ് SOM. S7 ഒരാളവിടെ താഴെ വിടുന്നുണ്ട്. പുള്ളിക്ക് സർവ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് സോണ. ഓക്കെ S7 എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇംഡെക്സിനവിടെ ഓക്കെ ഇല്ല. ഇത് ലാസ്റ്റ് സോണല്ലേ? ഇനി സോൺ ഇല്ല. ഉണ്ടോ? ഫേസ് 11 സോൺ വെയിറ്റ്. ഓക്കെ ഉണ്ട്. ഒരു സോണും കൂടി കാണും. ടോക്കിയോ ഒരാളവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ 4 ടീമാണുള്ളത്. ബോംബേറാണ്. RCB 4 പേര്, ഒനി 3 പേര്, MDX ഒരാൾ, ടോക്കിയോ ഒരാൾ. അല്ല MDX 2 പേര്, ടോക്കിയോ ഒരാൾ. RCB ആണ് കൗണ്ട് കൂടുതലുള്ളത്. ഓക്കെ അടുത്ത സോണ് വന്നിട്ടുണ്ട്. ഫേസ് 11. RCB സോനിയോട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടോക്കിയോ ഓക്കെ ടോക്കിയോനെ പുഷ് ചെയ്ത് ടോക്കിയോ വൈസെറ്റ് ഡൗൺ ആവും തോന്നുന്നു. ഡൗൺ ആയി. ടോക്കിയോ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 3 ടീമാണ്. RCB, ഒനി, MDX. ഓക്കെ RCB 2 കൽപ്പിച്ചിട്ട് ഒനിനെ പുഷ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒനി ബോംബേറാണ്. ഓ ടാക്സി വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അടിച്ചിട്ട് അത് MDX അടിച്ചിട്ടതല്ലേ? MDXും കറക്റ്റ് ടൈം നോക്കിയിട്ട് പുഷ് ചെയ്ത്. പക്ഷെ അവർക്ക് നല്ല കവറുണ്ട്. ഓനിപ്പോഴും വൈപ്പായിട്ടില്ല. ഓ ഇനി അവിടെ ഒരാളുണ്ട്. ഓക്കെ MDX വൈപ്പായി. പക്ഷെ ഒനിയടുത്തൊരാള് എവിടെ? ഓ ഇതേ വരുന്നു. സോണോട്ടിലിരിക്കുന്ന ഫേസ് 12 ഉണ്ടല്ലേ ഇനി ഒരാൾക്ക് നിൽക്കാനുള്ളൊക്കെ. അപ്പോൾ ഓക്കെ ഒനി റാംബോ വരുന്നുണ്ട് അവിടുന്ന്. ഓക്കെ ഒനി അങ്ങനെ സെക്കൻഡ് പൊസിഷൻ. ഒനിക്ക് ഫസ്റ്റ് RCB കൊണ്ടുപോയിട്ടുണ്ട്. RCB ആക്ച്വലി ഒരാൾ പോലും ഡൗൺ ആയില്ല അവിടെ. കില്ല് നോക്കുകയാണെങ്കിൽ RCBക്ക് 13 കില്ല്, KLPDക്കും 13. KLPDക്ക് 13 അല്ല കേട്ടോ, 13 കൂടുതൽ, 18 കില്ലുണ്ട്. ഏതൊരാൾ ഇറങ്ങിപ്പോയി. NT 4 കില്ല്, KLPDയിൽ 7 കില്ലെടുത്ത് SKSA. ബ്രോക്കൻ 5 കില്ല്. പിന്നെ ഇറങ്ങിപ്പോയ ആൾക്കും ഒരു 5 കില്ലുണ്ടാവും. അപ്പോൾ സെമി ഡേ 1 ഡേ 2 സെമി ഗ്രൂപ്പ് C വേഴ്സസ് A ആയിരുന്നത്. അത് RCB ആണ് ജയിച്ചിട്ടുള്ളത്. GG.